വേറെ ആരാണ്? എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ്. പിന്നെ ക്യാമറയിൽ വരാൻ പറ്റുന്ന ആരൊക്കെയാണുള്ളത് വേറെ? തിരക്കിലായിരിക്കുമല്ലേ ഓരോരുത്തരും ഓരോ ഈ ഒരു 8 മണി എന്ന് പറയുമ്പം? ഉം. എനിക്ക് പരിചിതമായ ചില പേരുകളൊക്കെ കാണുന്നുണ്ട്, പരിചയമില്ലാത്ത കുറച്ച് പേരെയും കാണുന്നുണ്ട്. പിന്നെ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കേട്ടോ, നോട്ട് കമ്പലിംഗ് യു, പറ്റുന്ന ആളുണ്ടെങ്കിൽ ക്യാമറയിൽ വരാം. അതർവൈസ് നമ്മൾ സെഷൻസിൽ പോവുകയാണ്. എന്താണ് ഇന്നത്തെ ഒരു സെഷൻ ടോപ്പിക്? എന്താണ് ടോപ്പിക്? ശ്രദ്ധിച്ചിട്ടാണോ? ആരെങ്കിലും വെറുതെ ലിങ്ക് കണ്ടിട്ട് കയറിയാണോ? ടോപ്പിക് കണ്ടിട്ടുണ്ടായിരുന്നോ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? താങ്ക് യു ശ്രദ്ധിച്ചിരുന്നു. സലീന. എന്താണ്? ശ്രദ്ധിച്ചിരുന്നു. ശ്രദ്ധിച്ചിരുന്നു. എന്തായിരുന്നു ടോപ്പിക്? സെലീന മാം. സ്ട്രെസ് സ്ട്രെസ് റിലീഫ്. സ്ട്രെസ്സിനെ എങ്ങനെ അല്ലേ മാനേജ് സ്ട്രെസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് അല്ലേ? മിസ്രിയ എന്ന് പറഞ്ഞ ആള് ഫസ്റ്റ് ടൈം ആണോ എന്റെ വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം ആണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വെൽക്കം. താങ്ക് അപ്പൊ യു. എല്ലാരെയും ഞാൻ വെൽക്കം ചെയ്യാൻ കേട്ടോ. ആദ്യം നമ്മുടെ ഇതിലിപ്പോ പുതിയതായിട്ട് വന്ന, ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാകാം. ഇനി അതെല്ലാം ഓൾറെഡി നമ്മുടെ കൂടെ ഉള്ളവരുണ്ട്. എല്ലാരെയും വൺസ് അഗൈൻ ഞാൻ വെൽക്കം ചെയ്യാണ് നമ്മുടെ വെബിനാറിലേക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ ഞാൻ ഗ്രൂപ്പിൽ തന്നെ ഒരു വോയിസ് നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളത്, നിങ്ങൾ സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. സ്ട്രെസ് ഇല്ലാത്തവരെ കാണിക്കുക എന്ന് പറഞ്ഞാല് വളരെ റെയർ ആയിരിക്കും. ആ റെയർ ആയവർക്കും ഉണ്ടാവും, സക്സസ്ഫുൾ ആയ ആളുകൾക്കും ഉണ്ടാവും അവരുടേതായ സ്ട്രെസ്. ഇപ്പൊ നമ്മളിപ്പോ വലിയ മില്യണർ ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ അംബാനിയെ നോക്കുകയാണെങ്കിൽ അയാൾക്ക് അയാളുടേതായ സ്ട്രെസ് ഉണ്ടാവും. യൂസുഫ് അലിയെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ, പക്ഷെ അവരുടെ സ്ട്രെസ്സിന്റെ ലെവൽ വേറെ ആയിരിക്കും എന്ന് മാത്രം അല്ലേ. അതേപോലെ സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളത് ആ ഒരു പ്രശ്നമായിട്ട് കാണുന്നവരാണ്. പക്ഷെ സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളതല്ല, ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് ഞാനൊരു വോയിസ് നോട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലേ, ഇവിടെ സ്ട്രെസ് ഇല്ലാത്ത, എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരു തരത്തിൽ ഒരു സ്ട്രെസ്സും ഇല്ല, വളരെ ഹാപ്പിയാണ്, ഒരു സ്ട്രെസ്സും ഇല്ല എന്ന് പറയാൻ പറ്റുന്നത്? അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടോ? അപ്പൊ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ പലപ്പോഴും സ്ട്രെസ് എന്താന്ന്, അല്ലെങ്കിൽ സ്ട്രെസ് എന്തിനാന്ന് പോലും അറിയാതെ, എന്തിനാ ഞാൻ സ്ട്രെസ് ആവുന്നതെന്ന് പോലും അറിയാത്ത ആ ഒരു നോളേജ് ലെവലിൽ നമ്മൾ അവയർനെസ് ഇല്ലാത്തത് പലപ്പോഴും നമുക്ക് പ്രശ്നമാവാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ഏത് സെഷനിലും പറയാറുള്ളത് എപ്പോഴും എന്തിനേയും ഒരു നോളേജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട റീസൺ അറിയാന്നുള്ളതാണ്. അതറിഞ്ഞാൽ തന്നെ റിയലൈസേഷൻ, നമ്മൾ അവയർനെസ് എന്ന് പറയും. ഇപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതിനേക്കാളും പ്രോബ്ലം എന്താന്ന് അറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഡോക്ടർ ഇന്നതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്കൊരു പകുതി റിലീഫാ. എന്തോ സംഭവമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചിലർക്ക് ഡോക്ടറെ കണ്ടാൽ മതി. ഡോക്ടറെ കണ്ടിട്ട് ഇന്നതാണ് എൻ്റെ വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ, ഡോക്ടർ ഒന്ന് ആ സ്റ്റെത്തൊക്കെ വെച്ചൊന്ന് നോക്കിയാൽ തന്നെ ഒരാശ്വാസമാണ് ചില ആളുകൾക്ക്. അതേപോലെ സ്ട്രെസ്സിന്റെ കാര്യം, നമുക്ക് എന്താണ് റീസൺ അറിഞ്ഞാൽ തന്നെ നമുക്കൊരു റിലീഫാണ്. സ്ട്രെസ് ആക്ച്വലി നമ്മൾ വിചാരിക്കും സ്ട്രെസ് ഒരു ഭയങ്കര എനിക്ക് സ്ട്രെസ്സായിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി ആ സ്ട്രെസ് ഒരു എനിമി ആയിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സ്ട്രെസ് ആണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്, സ്ട്രെസ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാം അല്ലെ, ആ വേർഡ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതാണോ ശരിക്കും പ്രശ്നക്കാരൻ? സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളതാണോ പ്രശ്നക്കാരന്? അല്ല, നമ്മൾ പറഞ്ഞ പോലെ അത് പരിഹരിക്കാനുള്ള, അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം, ലാക്ക് ഓഫ് നോളേജ് ആണ് പലപ്പോഴും പ്രശ്നമായിട്ട് വരാറുള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സെഷനിൽ ഇരിക്കുന്നതിന് മുമ്പേ എനിക്ക് ചെറിയൊരു സ്ട്രെസ് ഉണ്ട്. എനിക്ക് പിന്നെ സിൻസിയർലി പറയുകയാണെങ്കിൽ അത് നല്ലതാ. ഞാൻ ഒന്ന് രണ്ട് ഗ്രൂപ്പിൽ ഇൻവൈറ്റ് ലിങ്ക് കൊടുത്തിട്ട് ആളുകൾക്ക് ഇങ്ങനെ വെബിനാർ ഉണ്ടെന്നുള്ള എക്സ്പെക്ടേഷൻ കൊടുത്തിട്ട് ആളുകൾ വരുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഞാൻ സംസാരിക്കണം. അവർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം. അത് കിട്ടണമെങ്കിൽ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇവിടെ വന്ന് സംസാരിക്കണം. ആ പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ എനിക്ക് കഴിയൂല. അപ്പൊ അതിന് എനിക്ക് കുറച്ചൊരു സ്ട്രെസ് ആവശ്യമാണ്, എന്നാലേ ഞാനത് പ്രിപ്പയർ ചെയ്യുള്ളൂ അല്ലേ? അപ്പൊ ഇതേപോലെയാണ് നമ്മൾ പറയാറില്ല, മക്കൾക്ക് എക്സാം ഒക്കെ അടുപ്പിച്ച് ഒരു ചൂടും ഇല്ല അല്ലേ? ഒരു സ്ട്രെസ്സും, ആ സ്ട്രെസ് മുഴുവൻ ആർക്കുണ്ടാവുക? മക്കൾക്ക് എക്സാം ആകുമ്പോൾ സ്ട്രെസ് ആർക്കുണ്ടാവുക മക്കളെക്കാൾ കൂടുതലായിട്ട്? പാരൻസിന്. പാരന്റ്സിനാ ഉണ്ടാവുക അല്ലേ? പാരന്റ്സിനാ സ്ട്രെസ് ഉണ്ടാവുക. അപ്പൊ അതേസമയം കുട്ടിയൊക്കെ സ്ട്രെസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പരിധി വരെ ഉണ്ട്. ചില കുട്ടികൾ പറയാറുണ്ട്, പാരന്റ്സ് പറയാറുണ്ട്, മകന് ആ സ്ട്രെസ് ആയിട്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട്. പക്ഷെ ഒരു അല്പം ലെവൽ ഓഫ് സ്ട്രെസ് നമുക്ക് നല്ലതാണ്.
അപ്പൊ സ്ട്രെസ് തന്നെ യൂസ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് യൂസ്ഫുൾ ആയ സ്ട്രെസ്സും ഉണ്ട്, ഡിസ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ഹാംഫുൾ ആയ സ്ട്രെസ്സും ഉണ്ട്. പലപ്പോഴും ഡിസ്ട്രെസ് ആണ് നമുക്ക് കുഴപ്പക്കാരനായിട്ട്, നമുക്ക് ഹാംഫുൾ ആയിട്ട് നമ്മൾ പുറകോട്ട് കൊണ്ടുപോകാറുള്ളത്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ യൂസ്ട്രെസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു യൂസ്ഫുൾ ആണ്. നമുക്കൊരു കാര്യം, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ, അല്ല നല്ലൊരു എന്താ പറയാ ഒരു എക്സാം എഴുതാൻ പോകുന്ന സമയത്ത്, ഇതേപോലെ സെഷൻ എടുക്കുക, ഒരു സ്റ്റേജിൽ കയറാൻ പോകുന്ന സമയത്ത്, ആ സമയത്തൊക്കെയുള്ള സ്ട്രെസ് നമ്മളെ പവർഫുൾ ആക്കുകയുള്ളൂ. അതേസമയം ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞു പോയ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിരാശയിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ, അല്ലെ മറ്റുള്ളവർ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പെരുമാറിയിട്ടില്ലെങ്കിൽ, അവർ നമ്മൾ എക്സ്പെക്ടേഷൻ അപ്പുറത്തേക്ക് അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ സ്ട്രെസ് ആക്കാറുണ്ട്, സ്ട്രെസ് വരാറുണ്ടല്ലേ നമുക്ക്. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച്, നമ്മുടെ പാറ്റേണിനനുസരിച്ച്, നമ്മുടെ ആ ഒരു എന്താ പറയാ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് മറ്റുള്ളവർക്ക് പെരുമാറാൻ പറ്റുമോ? പോസിബിൾ ആണോ? നിങ്ങൾ പറഞ്ഞേ. നമ്മൾ അങ്ങനെയാണോ പെരുമാറുന്നത്? മറ്റൊരാളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണോ നമ്മൾ പെരുമാറുന്നതല്ല. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവാന്ന് പറഞ്ഞാല് അതൊരു തരം സിഗ്നലാ, അതൊരു വീക്ക്നെസ് അല്ല. സ്ട്രെസ് ഉണ്ടാവുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ചോദിക്കട്ടെ, നന്നായിട്ട് നമ്മൾ വീട്ടിലൊക്കെ വണ്ടി ഉള്ളവരായിരിക്കും, നിങ്ങളുടെയൊക്കെ വീട്ടിൽ അല്ലെ വണ്ടി ഉള്ളവരായിരിക്കും. ഈ വണ്ടിക്ക് എന്തെങ്കിലും ഒരു മിസ് അലൈൻമെന്റ് വന്നാല്, അല്ലെങ്കിൽ എന്തെങ്കിലും എഞ്ചിനിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ, ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ചെറുതോ വലുതോ ആവട്ടെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, ആ വണ്ടി ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് റൺ ചെയ്തോണമെന്നില്ല. എന്തെങ്കിലും ശബ്ദങ്ങളായിട്ടോ, അല്ലെങ്കിൽ പുകയായിട്ടോ, അല്ലെങ്കിൽ സ്പീഡിലായിട്ടോ, ഒരു ജെർക്കിങ്ങിലായിട്ടോ എന്തെങ്കിലും സിഗ്നൽസ് അത് കാണിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ഇതേപോലെ നമ്മളും പല സമയത്തും പല ജെർക്കിങ്ങും, പല എന്താ പറയാ ഇന്റേണൽ എക്സ്പ്ലോഷനോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എക്സ്പ്ലോഷനോ, അല്ലെങ്കിൽ പല എന്താ പറയാ മിസ് അലൈൻമെന്റോ കാര്യങ്ങളൊക്കെ നമ്മളും കാണിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അത് സത്യം പറഞ്ഞാൽ കാണിക്കുക എന്നുള്ളതല്ല, പക്ഷെ ആ കാണിക്കുന്നതിന് പിന്നിൽ ഈ വണ്ടി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ ആ വണ്ടി അതേപോലെ കൊണ്ട് ചോട്ടുക, നമ്മൾ ചെക്ക് ചെയ്യും അതിന്റെ വീലില് പ്രോപ്പറായിട്ട് അല്ലെ, അതിന്റെ പിന്നെ കാറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണോ, പഞ്ചർ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷെ ഇതേപോലെ അതിന്റെ ബോഡിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ ഇതേപോലെ തന്നെ നമുക്കൊരു സ്ട്രെസ് വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും മിസ്അലൈൻഡ് ആണോ, എവിടെയെങ്കിലും എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ, എന്തെങ്കിലും ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ പുകയുന്നുണ്ടോ, എഞ്ചിൻ ഓയിലൊക്കെ ഓക്കെ ആണോ, നമ്മുടെ പവർ ഹൗസ് ഒക്കെ ഓക്കെ ആണോ, ചാർജ്ഡ് ആണോ, ഈ വീലൊക്കെ അലൈൻഡ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കാറുണ്ടോ? അപ്പൊ അത് പകരം നമ്മൾ വേറെ ആരുടെങ്കിലും അലൈൻമെന്റ് നോക്കാറാണോ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളാണോ നോക്കുക? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എവിടെയാണ് നമ്മൾ നോക്കാറ്. സത്യം പറഞ്ഞാൽ ഈ സ്ട്രെസ് പറയുന്നത്, അത് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു വേ ഓഫ് സേയിങ് ആണ്. ബോഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള എന്തോ ഒരു സിസ്റ്റം നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കലാണ്. ചില ട്രിഗറിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വരുന്ന സമയത്ത് അതൊരു ഓർമ്മപ്പെടുത്തലാണ്, എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സംതിങ് ഈസ് മിസ്സിങ് ദെയർ, അല്ലെങ്കിൽ സം ലാക്കിംഗ് ഈസ് ദെയർ, എന്തോ ഒന്ന് നീഡഡ് ആണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. സത്യം പറഞ്ഞാൽ ആ സ്ട്രെസ് ഉണ്ടാവാന്ന് പറയുന്നതും, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചായിരിക്കില്ല. നമ്മുടെ ആഗ്രഹം എപ്പോഴും വളരെ കാമായിട്ട്, കമ്പോസ്ഡ് ആയിട്ട്, നല്ല സ്നേഹത്തില്, നല്ല രീതിയിൽ പെരുമാറാനാണെങ്കിൽ പോലും, പക്ഷേ ഒരു സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ പാറ്റേൺ, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മുടെ ഫേസോ, നമ്മുടെ ഹാർട്ട് ബീറ്റോ ഒക്കെ കംപ്ലീറ്റ് ചിലപ്പോൾ മാറും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന്, ആ സ്ട്രെസ്സിന്റെ പുറത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, സത്യം പറഞ്ഞാൽ ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് നമ്മളാണോ, റിയൽ നമ്മളാണോ? പിന്നീട് നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഒന്ന് നോർമലൈസ്ഡ് ആകുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ആ തീരുമാനം വേണ്ടായിരുന്നു എന്ന്. അപ്പൊ ഈ തീരുമാനം എടുക്കുന്നത് ഒരു ഓട്ടോമാറ്റഡ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന എന്താ പറയാ, ഇന്ന സ്റ്റിമുലേഷന് ഇന്ന റിയാക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ഓട്ടോമാറ്റഡ് സിസ്റ്റം നമ്മുടെ ഒക്കെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഇല്ല അല്ലേ? അപ്പൊ നമ്മളല്ല ശരിക്കും ഡിസിഷൻ എടുക്കുന്നത്. നമ്മളെ ഉള്ളിൽ ഓൾറെഡി പ്രോഗ്രാംഡ് ആയി കിടക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, അത് എങ്ങനെയാണോ പാറ്റേൺ ആയി രൂപപ്പെട്ടിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ അല്ലേ? പലതരം പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മൾ പറയാറുണ്ട് പേഴ്സണാലിറ്റി. ചില ആളുകളൊക്കെ ഭയങ്കര, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പെർഫെക്ഷനിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ പെർഫെക്ഷനിസ്റ്റ് ട്രെയിറ്റ് ഉള്ള ബിഹേവിയർ ഉള്ള ഒരാൾ, ഈ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? അല്ലെങ്കിൽ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുണ്ടോ?
ഈ പെർഫെക്ഷൻസ് ഒരു പ്രശ്നമാണോ? പെർഫെക്ഷൻസ് എപ്പോഴാണ് പ്രശ്നമാവാ? ഒരു ട്രേറ്റിനെ നമ്മൾ റെഡീംഡ് എന്നും അൺറെഡീംഡ് എന്നും ഒക്കെ പറയട്ടെ. ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഞാൻ പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ, പെർഫെക്റ്റ് ആവാന്നുള്ളത് നല്ലതാണ്, പക്ഷെ ഞാൻ പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് ഞാൻ അതേ രീതിയിൽ മറ്റുള്ളവരും കൂടെ അതേപോലെ ആവണം എന്ന് ഞാൻ വാശി പിടിക്കുമ്പോൾ അത് പ്രശ്നം. അതൊരു അൺറെഡീംഡ് വേ ഓഫ് പെർഫെക്ഷനിസം ആണ്. അതായത് എനിക്കിപ്പോ നേരത്തെ ഉറങ്ങുന്ന ശീലം ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. നല്ല ശീലാണ്, നല്ലൊരു ശീലാണ്. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 9 മണിയാകുമ്പോഴത്തേക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങണം എന്നുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ഉള്ള ആളാണ് ഞാനെങ്കിൽ ഞാൻ പറയാണ്, വീട്ടിൽ 9 മണി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഇടാനേ പാടില്ല, എല്ലാവരും ആ സമയത്ത് കിടന്ന് ഉറങ്ങിക്കൊള്ളണം എന്ന് എൻ്റെ പെർഫെക്ഷനിസത്തിന്റെ ഭാഗമായിട്ട്, ആ ട്രേറ്റിന്റെ ഭാഗമായിട്ട് ഞാൻ മറ്റുള്ളവരോട് അങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? മറ്റുള്ളവർ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? അതേസമയം അവിടെ ഞാൻ അൺറെഡീംഡ് പെർഫെക്ഷനിസ്റ്റാ, അൺറെഡീംഡ് ആയിട്ടില്ല. അതേസമയം റെഡീംഡ് ആയ ഞാനാണെങ്കിൽ ഞാൻ എന്താ പറയാ? ഞാൻ പറയും എനിക്ക് 9 മണിയാകുമ്പോൾ ഉറങ്ങണം കേട്ടോ, ഞാൻ എന്തായാലും ആ സമയമാകുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കി കിടക്കും, നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ സമയമാകുമ്പോൾ നിങ്ങൾ കിടന്നോളൂ, എന്നെ നോക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് എന്താ തോന്നുക? അവിടെ ബാക്കിയുള്ളവർക്ക് ഇവർ ഈ മാമിനെ കൊണ്ട് ഇവര് ഈ ഈ പെണ്ണുങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ അവർക്ക് പോയി കിടന്നാൽ പോരെ, എന്തിനാ ഈ സമയമാകുമ്പോഴത്തേക്ക് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി എല്ലാരും കൂടെ കിടത്തുന്നുള്ളത് ഫീലിംഗ് ആയിരിക്കും അല്ലേ? അവിടെ നമുക്ക് റെസ്പെക്ട് കിട്ടൂല. അവിടെ ഞാൻ വിചാരിക്കുകയാണ്, ആ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം കൂടെ ഉണ്ട്, ഒരു ഈഗോ സ്റ്റേറ്റ് ഉണ്ടാവും. ആ അൺറെഡീംഡ് സ്റ്റേറ്റ്, അത് ഏത് ക്യാരക്ടർ ആയാലും ഏത് പേഴ്സണാലിറ്റി ആയാലും അൺറെഡീംഡ് പറഞ്ഞാൽ അൺറിഫൈൻഡ് ആണ് കേട്ടോ. ആ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആൾക്കൊരു പ്രശ്നമുണ്ട്, ഐ ആം ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ്. ഐ ആം ഓക്കെ റൈറ്റ്, നല്ലതാണ്, പക്ഷെ യു ആർ നോട്ട് ഓക്കെ എന്ന് പറയാൻ പാടുണ്ടോ? അവിടെ അവരെന്താ പറയാ? നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ സിസ്റ്റം ശരിയല്ല, നിങ്ങൾ എല്ലാവരും ഈ സമയത്ത് കിടന്ന് ഉറങ്ങിക്കൊള്ളണം, അതാണ് അങ്ങനെ ചെയ്തോളണം എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് സ്ട്രെസ്. അതേസമയം ഞാൻ സെക്കൻഡ് മെത്തേഡ് ഫോളോ ചെയ്യാണ്. എനിക്ക് ഇങ്ങനെ സിസ്റ്റം ഉണ്ട് കേട്ടോ, ഞാൻ എന്തായാലും ഈ സമയമാകുമ്പോൾ കിടന്നുറങ്ങും, നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അവർക്ക് കേട്ടിരിക്കുന്ന ആൾക്ക് എന്താ തോന്നുക? നല്ലൊരു സംഭവമാണ്, ഇങ്ങനെയൊക്കെ ശീലമൊക്കെ പഠിച്ചെടുത്താൽ നല്ലതാണ്, എന്ത് നല്ലൊരു ആളാണ് അല്ലേ, അപ്പൊ നമുക്കും ഇതൊക്കെ ഫോളോ ചെയ്യാം. അവർക്ക് പിന്നീട് നമുക്ക് റെസ്പെക്റ്റാ തോന്നാം. ഇവിടെ എന്റെ പെർഫെക്ഷനിസം ഞാൻ മാറ്റിയതുമില്ല, പക്ഷെ എന്റെ വേ ഓഫ് ബിഹേവിയറിൽ അത് പറയുന്ന രീതിയിൽ ഒരു മാറ്റം ഞാൻ വരുത്തിയതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാറ്റേണിനനുസരിച്ച്, നമ്മുടെ ഒരു ക്യാരക്ടറിനനുസരിച്ച്, നമ്മുടെ എന്താ പറയാ ആ ഒരു പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചോ നമ്മുടെ ക്യാരക്ടറിനനുസരിച്ചോ മറ്റുള്ളവർ പെരുമാറാതിരിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ആവുന്നുണ്ടെങ്കിൽ, കണക്ട് ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ആവേണ്ടത് ആരാണ്? ഞാനാണോ? റെഡീംഡ് ആവേണ്ടത് ആരാണ്? ഞാനല്ലേ? എന്റെ ഒരു ഈഗോ സ്റ്റേറ്റ്, യെസ്, ഞാനാണ് അവിടെ മാറി. അപ്പൊ എന്തൊരു കാര്യം അങ്ങനെയാണ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിപ്പോ ഒരു പെർഫെക്ഷൻസ് എന്ന് പറഞ്ഞ ഒറ്റ ട്രേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് പോകേണ്ട, അൺറെഡീമിൽ നിന്ന് റെഡീമിലേക്ക് പോകേണ്ട ഒരുപാട് ഏരിയാസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. നമുക്കറിയില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന്, നമ്മൾ ഏത് സ്റ്റേറ്റിലുള്ളതെന്ന് പോലും നമുക്കറിയില്ല. എന്നിട്ട് നമ്മൾ ആ ആൾ എന്നിട്ട് സ്ട്രെസ് ആവുകയാണ് അല്ലേ? അവരുടെ ഒരു ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് അവർ സ്ട്രെസ് ആവാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ഈ സ്ട്രെസ് വരാന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ പലതും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള, അൺറെഡീംഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് തരുന്ന ഒരു സിഗ്നൽ മാത്രമാണ്, ഒരു അറ്റൻഷൻ സീക്കർ മാത്രമാണ് എന്ത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. മറ്റൊരു ഞാൻ നേരത്തെ വെഹിക്കിളിന്റെ കാര്യം പറഞ്ഞ പോലെ, വണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ, ഇനി അതല്ലെങ്കിൽ സംതിങ് നീഡ്സ് ടു ചേഞ്ച് അല്ലെ, എന്തോ ഒരു മാറ്റം, ഒരു അലൈൻമെന്റ് വരുത്താനുണ്ട് ഉള്ളില്. അല്ലെങ്കിൽ വീലിലൊക്കെ കാറ്റൊന്നുമില്ല, നമ്മുടെ എല്ലാ വീൽ എന്ന് പറയുമ്പോൾ വീൽ ഓഫ് ലൈഫ് എന്നൊക്കെ പറയും, നമ്മുടെ എല്ലാ ഏരിയാസ് ഓഫ് ലൈഫ് ഉണ്ടാവും. നമ്മുടെ സ്പിരിച്വാലിറ്റി ഉണ്ട്, നമ്മുടെ പേഴ്സണൽ ലൈഫ് ഉണ്ട്, നമ്മുടെ ഫാമിലി ലൈഫ് ഉണ്ട്, പ്രൊഫഷണൽ ലൈഫ് ഉണ്ട്, എല്ലാം അങ്ങനെ ബാലൻസ്. ഏതെങ്കിലും ഒന്ന്, ഒരു വണ്ടിക്ക് 4 വീൽ ഉണ്ടെങ്കിൽ 4ലും ഒരുപോലെ കാറ്റുണ്ടെങ്കിലല്ലേ ഓടുക, വണ്ടി പ്രോപ്പറായിട്ട് ഓടുക. ഇതുപോലെ നമുക്കൊരു വീൽ ഓഫ് ലൈഫ് ഉണ്ട്. ആ വീൽ ഓഫ് ലൈഫിൽ നമുക്കറിയില്ല, നമ്മൾ ഓഫീസിൽ നല്ല ഓക്കെ ആയിരിക്കും, പക്ഷെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഫാമിലി ഏരിയ നമ്മൾ അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന വണ്ടി മുന്നോട്ട് നല്ല രീതിയിൽ ഓടൂല. അപ്പൊ ആ ഓടുന്നില്ല എന്നുള്ളത്, നമ്മൾ ഏതോ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ സ്ട്രെസ് ആവുന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ എന്തോ മിസ്സിംഗ് ആണ്, ഇവിടെ എന്തോ ഒന്ന് ചേഞ്ച് വരുത്താനുണ്ട് എന്നുള്ളൊരു സിഗ്നലാണത്.
അല്ലെ? ആ ഒരു അലൈൻമെന്റിൽ മാറ്റം വരുത്താനുണ്ട് എന്നല്ല. അപ്പൊ എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിസിഷൻ എടുക്കുന്ന ഒന്നും നമ്മളല്ല. ഒരു ഓട്ടോമേറ്റഡ് പൈലറ്റ് സിസ്റ്റം പോലെ നമ്മൾക്കുള്ളിൽ കിടന്ന് നമ്മളെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കുന്ന, ചില സമയത്ത് റെസ്പോണ്ട് ചെയ്യേണ്ടതിന് പകരം നമ്മളെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റം, നമുക്ക് ഒരു നാഗവല്ലി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, നല്ല സെൻസിലാണെങ്കിൽ, നല്ല രീതിയിൽ നല്ലതാണെങ്കിൽ അതിനെ, നല്ല പോസിറ്റീവ് ആണെങ്കിൽ, അല്ല നെഗറ്റീവ് ആണെങ്കിൽ, ചിലപ്പോൾ ചില ആളുകൾ ചില സമയത്ത് നാഗവല്ലിയായി മാറാറുണ്ട്. അല്ലേ? ചില അമ്മമാരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന ആളൊക്കെ, ചില ആളുകളൊക്കെ പറയാറുണ്ട്, ചില സമയത്ത് ഞാൻ നാഗവല്ലിയായി പോവാറുണ്ട്, അല്ലെ ഭദ്രകാളിയായി പോവാറുണ്ട്. അത് അവരുടെ ഒറിജിനൽ എന്ന് വെച്ചാൽ ശരിക്കല്ല, അവരുടെ ഉള്ളിൽ അവർ പോലും അറിയാതെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. ചിലപ്പോ എന്താ പറയാ, എന്തെങ്കിലും ഒരു സ്ട്രെസ്സിന്റെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ദിവസങ്ങളോളം അതൊരു ആഘോഷമാക്കി എടുത്തിട്ട്, ആഘോഷം ഇൻ ദ സെൻസ് അതിന്റെ മേലെ തന്നെ ഉറങ്ങുമ്പോഴും അത്, തിന്നുമ്പോഴും അത്, കുടിക്കുമ്പോഴും അത്, കല്യാണ വീട്ടിൽ പോയാലും അത്, ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയാലും അത്, ഈ കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിലിട്ടിട്ട് അത് സെലിബ്രേറ്റ് ചെയ്ത് അതിന്റെ കൂടെ കെട്ടിമറിഞ്ഞ് ആ സ്ട്രെസ്സിന്റെ കൂടെ കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് നമ്മളാണോ എന്ന് ചോദിച്ചാൽ, നമുക്കുള്ളിൽ മിസ്അലൈൻഡ് ആയിട്ട് കിടക്കുന്ന, അല്ലെ, നമ്മൾ ഉണ്ടായ അന്ന് മുതലേ രൂപപ്പെട്ട് വന്നിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന, നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന, നമ്മളെ കൊണ്ട് ഡിസിഷൻസ് എടുപ്പിക്കുന്ന ഒരു, നമ്മൾ വേറൊന്നുമല്ല. ഈ നാഗവല്ലി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പിശാച് കയറിയെന്നൊന്നും വിചാരിക്കേണ്ട. ആ നാഗവല്ലി ആയിട്ട് നമ്മളെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന ആ ഒരു നമ്മുടെ തന്നെ ന്യൂറൽ സിസ്റ്റം, ന്യൂറൽ പാത്വേ, അല്ലേ, അതില് എന്താണോ പ്രോഗ്രാംഡ് ആയിട്ട് കിടക്കുന്നത്, ഇന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ള പാറ്റേൺ അവിടെ ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ കുട്ടിക്കാലത്തെ പഠിച്ചിട്ടുള്ളതാണ്, കൈ, അല്ലെ, ചൂടുള്ള പ്രതലത്തിൽ കൈ തട്ടിയാൽ അത് ആദ്യം എക്സ്പീരിയൻസ് ചെയ്ത കുട്ടി വലിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴൊക്കെ ആ ചൂടുള്ള പ്രതലത്തിൽ പോയി കഴിഞ്ഞാൽ കുട്ടി തൊടൂല, കാരണം അത് അവിടെ പ്രോഗ്രാംഡ് ആയി. അല്ലേ? നമ്മൾ കേട്ടില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാന്ന് പറയാറുണ്ട്, അല്ലേ? കാരണം പൂച്ചയുടെ എക്സ്പീരിയൻസാ. ഇതേപോലെയാണ് നമുക്ക് എപ്പോഴൊക്കെയോ കിട്ടിയ പല എക്സ്പീരിയൻസുകൾ പിന്നീട് സമാനമായ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ പൊള്ളുമോ 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 എന്നുള്ളൊരു ഭയം കാരണം, അല്ലെങ്കിൽ പൊള്ളും 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 എന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന വോയിസ് നമ്മൾ കേൾക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണ്? നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിശ്വസിച്ചിരിക്കുന്നത് എന്താണ്? എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ, ഇത് കഴിയില്ല എന്ന് ആരും എവിടെയെങ്കിലും സർട്ടിഫിക്കറ്റ് എഴുതി തന്നിട്ടൊന്നുമില്ല. നമുക്ക് ആർക്കും ജനിച്ച ഉടനെ ഇന്ന വ്യക്തിക്ക് ഇന്നതേ കഴിയൂ, ഇന്ന വ്യക്തിക്ക് ഇന്നതേ കഴിയൂ, ഇന്ന വ്യക്തിക്ക് ഇന്ന കഴിവേ ഉള്ളൂ, ഇന്ന വ്യക്തിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, അല്ലെ ഇന്ന വ്യക്തിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്ന് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നവരൊന്നും അല്ല നമ്മൾ. ഇനി ഉണ്ട് എന്നുമില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവിടെയോ ഏതോ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ ഒരു കാര്യം, നേരത്തെ കൈ വലിക്കുന്ന പോലെ, ആ പൊള്ളും എന്ന് പറയുന്ന പോലെ, നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന, എനിക്കത് പറ്റൂല, എനിക്കിത് വയ്യ, എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ ഒരുപാട് ഇന്നർ ഡയലോഗ് പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. ഇത് പറയുന്നത് ശരിക്കുള്ള നമ്മളല്ല, നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാംഡ് ആയിട്ട് കിടക്കുന്ന നമ്മളാണ്. അതിനെ, ആ നാഗവല്ലി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തെ, അതെപ്പോഴും നമ്മൾ, കാരണം നമ്മൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ അത് ഇംപ്രിന്റഡ് ആണ്, അല്ലേ? പിന്നീട് നമ്മൾ അതിനെ മാറ്റാൻ ശ്രമിച്ചാലും നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മനസ്സ് എന്ന് പറഞ്ഞുകൂടാ. മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനമായിട്ടുള്ള പ്രവർത്തനം മാത്രമാണ്, ഫങ്ഷനിങ് പാർട്ട് മാത്രമാണ്. അപ്പൊ നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ, ആ ബ്രെയിൻ എന്താ ചെയ്യുക, നമ്മൾ അതേ രീതിയിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിർത്താന്ന് പറയാം, അല്ലെങ്കിൽ ഉള്ള അവസ്ഥയിൽ തുടരാൻ വേണ്ടി ഏറ്റവും നമ്മുടെ ബോഡിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എല്ലാ ഏരിയാസിനെയും ഒരു നിയന്ത്രിക്കുന്ന, എല്ലാ നിർദ്ദേശങ്ങളും എല്ലാത്തേക്കും കൊടുക്കുന്ന ഒരു സെന്റർ ആണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. എന്നാൽ അത്രത്തോളം മടിയുള്ള ഒരു ഏരിയ ഇല്ല. പുതിയൊരു മാറ്റത്തെ ഉൾക്കൊള്ളാൻ ആൾക്ക് എന്തില്ല, ഇഷ്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ, അപ്പൊ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പെർഫെക്ഷനിസ്റ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ, നമ്മുടെ പല തരത്തിലുള്ള സ്റ്റേറ്റ് ഉണ്ട്. അത് പിന്നീട് ഒരു വേഴ്സം വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു 9 ഏരിയാസ് ഓഫ് പേഴ്സണാലിറ്റിയിലെ, അപ്പൊ അതില് ഒരൊറ്റ പേഴ്സണാലിറ്റി അല്ല, ഒരു ട്രെയിറ്റ്, പേഴ്സണാലിറ്റി ട്രെയിറ്റ്, ഇപ്പൊ പെർഫെക്ഷനിസം പറഞ്ഞ പോലെ ആ ഒരു ട്രെയിറ്റിൽ നിന്നുകൊണ്ട്, അത് അൺറെഡീംഡ് വേർഷനിൽ നിന്നുകൊണ്ട് നമ്മള് മറ്റുള്ളവർ ഇങ്ങനെ ആവണം എന്ന് വിചാരിക്കുമ്പോൾ അവരങ്ങനെ പെരുമാറുന്നില്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് ആവാണ്.
നമുക്ക് വർക്ക് സ്ട്രെസ് ഉണ്ട്. അത് ഈ സ്ട്രെസ് മാത്രമല്ല, പലർക്കും വർക്ക് സ്ട്രെസ് ആണ്. ചിലർക്ക് ഫാമിലിയിലാണ് സ്ട്രെസ്. ഫാമിലിയിൽ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വൈഫ് അങ്ങനെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നു, അല്ലെങ്കിൽ കാരണം എക്സ്പെക്ടേഷൻ ആണ്. ആ എക്സ്പെക്ടേഷനും നമ്മുടെ പാറ്റേണും ഇങ്ങനെ ആകുമ്പോൾ ഐ ആം റൈറ്റ് എന്നുള്ള സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാം നമ്മൾ. പക്ഷെ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോഴായിരിക്കും നമ്മൾ റെഡീംഡ് സ്റ്റേറ്റിലാണോ അൺറെഡീംഡിലാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പോൾ സ്ട്രെസ് ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, എങ്ങനെയാന്നല്ല, സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഓവർ തിങ്കിങ് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചില ആളുകൾക്ക് ഫിയർ ഓഫ് ഫ്യൂച്ചർ ആയിരിക്കും. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താ ഉണ്ടാവുക എന്നൊക്കെ, അല്ലെങ്കിൽ സെൽഫിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. പിന്നെ ഇമോഷണൽ സ്ട്രെസ് പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞു പോയ പല കാര്യങ്ങളും ഓർത്തിട്ട് അല്ലെ, നമുക്ക് എന്തെല്ലാം, നമ്മൾ ആലോചിച്ചേക്കും, നമുക്ക് എന്തെല്ലാം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയേ പറ്റൂ എന്നോ ഇന്നത് പറ്റില്ല എന്ന സർട്ടിഫിക്കറ്റുമായിട്ട് വന്നവരൊന്നും അല്ല ആരും. അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആരും എഴുതി തന്നിട്ടൊന്നുമില്ല. ഇത്രയേ പറ്റൂന്നും ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ എപ്പോഴോ പറ്റിയ ഒരു അബദ്ധത്തിന്റെ പേരിൽ, എപ്പോഴോ ബിസിനസ് ചെയ്തപ്പോൾ ഒരു പരാജയം വന്നതിന്റെ പേരിൽ, എപ്പോഴോ ഞാനൊരു സംഗതി ഉണ്ടാക്കിയപ്പോൾ അത് കേടായി പോയിട്ട് ആളുകൾ കളിയാക്കിയതിന്റെ പേരിൽ, എപ്പോഴോ എക്സാം ഫെയിൽ ആയതിന്റെ, അല്ലെങ്കിൽ എപ്പോഴോ ആ ഒരു തേപ്പ് കിട്ടിയതിന്റെ, എപ്പോഴോ ആരോ പറ്റിച്ചതിന്റെ പേരിൽ ഒരു ഗിൽറ്റ് കാരണം നമ്മൾ എന്താവാണ്, നമ്മൾ ഇമോഷണലി സ്ട്രെസ് ഔട്ട് ആയിട്ട് ചിലപ്പോൾ നമ്മൾ പീപ്പിൾ പ്ലീസിങ് അല്ലെ, മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പൊ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്ട്രെസ് ആവുന്ന, അല്ലെങ്കിൽ നന്നാക്കി എടുക്കേണ്ട, റെഡീംഡ് ആവേണ്ട ഒരു ഞാൻ ഉണ്ടെന്നോ, അല്ലെ അതിന് കുറച്ച് അറ്റൻഷൻ കൊടുക്കണമെന്നോ, ഞാൻ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഇത് എൻ്റെ ശരീരത്തെ ബാധിക്കുന്നുണ്ടെന്നോ, എൻ്റെ ഉറക്കത്തെ പോലും അത് ബാധിക്കുന്നുണ്ടെന്നോ, അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടെന്നോ ഒന്നും മനസ്സിലാക്കാതെ നമ്മള് അല്ലെ ഈ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ കിടന്ന് തിളയ്ക്കാണ് പലരും കിടന്ന് തിളയ്ക്കാണ്. ഇല്ലെങ്കിൽ സ്ട്രെസ് ആവും, ഇല്ലെങ്കിൽ എന്താ പറയാ, ഫയർ ചെയ്യും. ജോലി സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ ഫയർ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താ പറയാ, ജോലിയിൽ നിന്ന് പിരിച്ചു വിടും. അങ്ങനെ പല ഫാക്ടേഴ്സ് അവിടെ കിടക്കുന്നുണ്ടാകും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇതിനുള്ളിലൊക്കെ കിടന്നിട്ട് അതിനേക്കാൾ വലിയ ഭീകരത്വം സൃഷ്ടിക്കുന്ന രീതിയിൽ നമ്മളെ മൈൻഡ് ചെയ്യാതെ ലൈഫ് സ്റ്റൈൽ സ്ട്രെസ് ഉണ്ട്. എങ്ങനെ ലൈഫ് സ്റ്റൈൽ സ്ട്രെസ് വരുന്നത്? ലൈഫ് സ്റ്റൈൽ കൊണ്ട് എന്താ സ്ട്രെസ് വരിക? നമ്മളെ പോർ സ്ലീപ്പിംഗ് ഹാബിറ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ ഇതാരും കമ്പല് ചെയ്തിട്ടല്ലാതെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ക്രോൾ ചെയ്തിട്ട്, ലേറ്റ് സ്ലീപ്പ് ചെയ്തിട്ട്, അതുപോലെ തന്നെ എന്താ പറയാ, ആ എക്സസൈസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ആവശ്യമില്ലാത്ത ഭക്ഷണമൊക്കെ വാരി വലിച്ച് കഴിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് വയ്യ, ക്ഷീണാണ്, ഹെൽത്ത് ഇല്ല, എനിക്ക് ഓക്കെ അല്ല, എനിക്ക് വല്ലാത്ത ക്ഷീണുണ്ട്. ഇതൊക്കെ വരുത്തി വെക്കുന്നത് നമ്മൾ മാത്രമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്കറിയാം ഇതൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് പ്ലഷർ സീക്കിംഗ് ആണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പൊ സന്തോഷം കിട്ടണം, ഇപ്പൊ സുഖം കിട്ടണം, ഇപ്പം അല്ലെ, വലിയ ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വലിയ ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിരാവിലെ എണീറ്റ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ കിടന്ന് രാവിലെ എണീക്കുമ്പോഴും ആ മൊമെന്റിൽ കിട്ടുന്ന സന്തോഷം, നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് കിടന്നുറങ്ങുക എന്നാണെങ്കിൽ, ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പുറമെ, ആ ഉറക്കത്തിന്റെ പുറമെ പോകുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ജീവി, ആ പ്രഷർ സീക്കിങ്ങിൽ ആയി പോകുന്ന ജീവിക്ക് എന്തിനു പറ്റുന്നില്ല? പിന്നീട് വരുന്ന കോൺസിക്വൻസിനെ കുറിച്ചോ, പിന്നീട് എന്താകുമെന്ന കാര്യത്തെക്കുറിച്ചോ, കാരണം ആ രീതിയിലാണ് നമ്മൾ എന്തായിട്ടുള്ളത്. പ്രത്യേകിച്ചും അത് വളരെ ഭീകരമായിട്ട് ഇനി വരുന്ന തലമുറയെ ബാധിക്കാൻ പോകുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് 15 സെക്കൻഡ്സ്, 20 സെക്കൻഡ്സ്, 30 സെക്കൻഡ്സ് ഡ്യൂറേഷനുള്ള ഹാപ്പിനെസ്സാണ്. ആ ഡ്യൂറേഷൻ കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകുന്ന ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ അവർക്ക് ആ സെനാരിയോ മാറണം, നെക്സ്റ്റ് സിറ്റുവേഷൻ വരണം. ഒരേ സാഹചര്യത്തിൽ ഒരേ മൊമെന്റിൽ നിന്നുകൊണ്ട് ഫോർ ലോങ് ടൈം സന്തോഷിച്ചിരിക്കാനുള്ള ആ രീതിയിലല്ല ഇപ്പൊ അവരുടെ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷത്തിലാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ കുട്ടികൾ ആ ഡിജിറ്റൽ വേൾഡിൽ കടന്നു പോകുന്നത്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പൊ ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, ആ ഒരു പ്ലഷർ കിട്ടാതാകുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ അത് സീക്ക് ചെയ്തിട്ട് അത് കിട്ടുന്നിടത്തേക്ക്
ആ ഒരു അഡിക്ഷനിലേക്കാണെങ്കിലും ആ ഒരു ഫ്രണ്ട് സർക്കിളിലേക്കായാലും അങ്ങനത്തെ കൂട്ടുകെട്ടിലേക്കൊക്കെ പോകുന്നത് നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് ലോങ് ടേം ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പുറമെയാണ് ആ ഒരു മൊമെന്റിൽ പക്ഷെ ഇത് മാറ്റണമെങ്കിൽ ഈ ഒരു പാറ്റേണിനെ നമ്മൾ മാറ്റണമെങ്കിൽ നിങ്ങൾ സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇത് മാറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് 1-2 ടിപ്പ് കൊണ്ടോ നിങ്ങളത് യൂസ് ചെയ്താലും ഇപ്പോൾ എൻ്റെ കോഴ്സിൽ അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും സ്റ്റിൽ ദേ ആർ ഡൂയിങ് സം പ്രാക്ടീസസ്. കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന അല്ലെ നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ ഉണ്ടായി പോയിട്ടുള്ള പാറ്റേൺസിനെ നമുക്ക് മാറ്റണമെങ്കിൽ അവിടെ ഒരു ഡീപ്പ് ലെവൽ റീവയറിംഗ് നടക്കണമെങ്കിൽ ആ ലെവൽ ഓഫ് പ്രാക്ടീസസ് ടൂൾസ് യൂസ് ചെയ്തിട്ടേ നമുക്കത് പറ്റും. പിന്നെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ പോസിബിൾ ആണ്. നമ്മുടെ ബ്രെയിൻ ഫോം ചെയ്യുന്നത് ഒരു ഫസ്റ്റ് 8 ഇയേഴ്സിന്റെ ഉള്ളിൽ 80% ഓഫ് ദ ബ്രെയിൻ ഫോർമേഷൻ ഈസ് ഹാപ്പനിങ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ കൂടി പണ്ടൊക്കെ സൈക്കോളജിസ്റ്റ് പറയായിരുന്നു പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല, പിന്നീട് അതിൽ മാറ്റം വരുത്താൻ പറ്റൂല, 80% ആ സമയത്ത് ഡെവലപ്ഡ് ആണ്. പക്ഷെ പിന്നീട് ഉള്ള പഠനത്തിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഇപ്പൊ ഞാനൊക്കെ പറയുന്ന ഒരു അഫർമേഷൻ ആണ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്, മൈ ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് റീവയർഡ് അല്ലെ, ഇറ്റ് ഈസ് റീവയറിംഗ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. നമുക്കത് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത ഹാബിറ്റുകൾ, നമുക്ക് ഇഷ്ടമില്ലാതിരുന്ന ചില ഹാബിറ്റുകൾ അല്ലേ, ചില നമ്മൾ ടു ഡു ലിസ്റ്റിന്റെ കൂടെ ചില നോട്ട് ടു ഡു ലിസ്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യും. ആ നോട്ട് ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യരുതാത്ത, ഇപ്പൊ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് ആണെങ്കിൽ, അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അപ്പൊ അത് നമ്മൾ നോട്ട് ടു ഡു ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കത് ചെയ്യണ്ടെന്ന് തോന്നുന്നൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ടെംപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഇറ്റ് ഈസ് ഹാപ്പനിങ് വർക്കിംഗ് ഹിയർ, സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ, അവിടെ റീവയറിംഗ് നടക്കുന്നുണ്ട്, അവിടെ ഹീലിംഗ് നടന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് നടത്തിയെടുത്തിട്ടാണ് നമുക്ക് വേണ്ട ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അവിടെയാണ് അവിടെ സ്ട്രെസ് ഉണ്ടാവാതിരിക്കുക. അപ്പൊ നമ്മൾ ഗ്രോത്തിലേക്ക് പോകും. അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരാളെ ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ ആദ്യം അയാൾക്ക് എന്ത് വേണം? അയാളെ നേരെ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്കല്ലേ എണീറ്റ് ഓടാൻ പറ്റുള്ളൂ. നേരെ നിൽക്കാൻ പറ്റാത്ത ഒരാൾക്ക് പറ്റുമോ? അയാളുടെ ഉള്ളിലും ആഗ്രഹമുണ്ട് ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കണമെന്ന്. ഇതേപോലെ നമ്മളൊക്കെ ലൈഫിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാ അല്ലേ, ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നവരാ നമ്മളൊക്കെ. പക്ഷെ ഈ ഓട്ട മത്സരത്തിൽ നമുക്ക് വിജയിക്കണം, നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ പറയും, എൻ്റെ അടുത്ത് വരുന്ന പല ആളുകളും പറയുന്നതാണ്, എനിക്ക് ഫിസിക്കൽ വീക്ക്നെസ് ആണ്, ഫിസിക്കലി ഞാൻ ഫാറ്റിക് ആണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്ക് ഞാൻ അതിൽ സ്ട്രെസ്സായി പോവാണ്, എനിക്ക് അല്ലെങ്കിൽ ഒരു ലേസിനെസ് വരാണ്, അല്ലെങ്കിൽ ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല അല്ലേ. അപ്പൊ ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള, അത് മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ ഈ സ്ട്രെസ് വരാനുള്ള ഐഡന്റിറ്റി സ്ട്രെസ് ഉണ്ട് ചില ആളുകൾക്ക്. ഐഡന്റിറ്റി സ്ട്രെസ്സിൽ ആരെങ്കിലും ഉണ്ടോ അവിടെ? അധികം ലേഡീസിന് ഉണ്ടാകുന്ന ഒരു സംഗതിയാ ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയും, ഐഡന്റിറ്റി സ്ട്രെസ്. അവര് ദേ ആർ ലിവിങ് ഫോർ എക്സ്പെക്ടേഷൻസ്. അതായത് ഹൗസ് വൈഫ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ ദേ ആർ ലിവിങ് ഫോർ എക്സ്പെക്ടേഷൻ. മറ്റുള്ളവരുടെ പ്രതീക്ഷക്കൊത്ത്, മറ്റുള്ളവരുടെ എത്ര വീട്ടമ്മമാരാന്നറിയോ, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഏതോ ആൾക്കാരല്ലോ, ഞാൻ അങ്ങനെ നിങ്ങൾ ആ സെൻസിൽ എടുക്കണ്ട, ഇതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ഉത്തരവാദിത്തമാണ്. ഫാമിലി നോക്കുക, ഹസ്ബൻഡിനെ നോക്കുക, മക്കളെ നോക്കുക, ഒക്കെ റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷെ അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ they are feeling a sense of self lost. അതായത് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അങ്ങനെ പോയിട്ട് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ സ്വന്തം എന്നെ കാണുന്നില്ല ലാസ്റ്റ്. ഇതൊക്കെ അവരൊക്കെ എവിടേക്കോ എത്തിയിട്ടുണ്ടാവും. ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ഒരു സെൻസ് ഓഫ് സെൽഫ് ലോസ്റ്റ് ആണ്, എന്നെ കാണുന്നില്ല, ഇല്ല, ഞാനിപ്പോൾ എന്തിനാ അത്രയും കാലം എൻ്റെ മക്കളെ നോക്കാൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി എൻ്റെ മക്കളെ നോക്കാനൊക്കെ ആണെങ്കിൽ കൂടി, എൻ്റെ ഉള്ളിലുള്ളൊരു പൊട്ടൻഷ്യൽ അല്ലേ,
ലാസ്റ്റ് ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഇതിപ്പോ ലേഡീസിന്റെ കേസിൽ മാത്രമല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കാൻ ലേഡീസിന് മാത്രം, ചില ഭർത്താക്കന്മാർക്ക് ഉണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറുണ്ട് അല്ലേ, പ്രവാസികളൊക്കെ ആയിട്ടുള്ള. അപ്പോൾ എന്താ പറയാ അപ്പോ ലാസ്റ്റ് ആളുകൾ ചോദിക്കും, അപ്പൊ അതെങ്ങനെ സാക്രിഫൈസ് ചെയ്ത് 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 ലിവിങ് ഫോർ മറ്റുള്ളവർ പ്രതീക്ഷയ്ക്ക് ജീവിച്ച് ജീവിച്ച് ലാസ്റ്റ് നീ എന്തെടുക്കായിരുന്നു, നിനക്കെന്തായിരുന്നു ജോലി, അങ്ങനത്തെ ഒരു അവസ്ഥ എത്തുമ്പോഴായിരിക്കും നമ്മൾ തന്നെ ശരിയാവില്ല. അപ്പൊ ഒരു ഐഡന്റിറ്റി സ്ട്രെസ് വരുന്ന ആളുകളുണ്ട്. അപ്പോ യെസ്, ഓക്കെ. അപ്പൊ അവിടെ പറയുന്ന എന്താന്ന് വെച്ചാല് ഈ സ്ട്രെസ്സിനുള്ള ഒരു എന്താ പിന്നൊരു സയൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പലപ്പോഴും സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഞാനൊരു മാനേജ്മെന്റിലേക്കൊക്കെ വരാം, അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട്, പലപ്പോഴും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല ഏബിൾ ആയിട്ടുള്ള, നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല ഇന്നർ പൊട്ടൻഷ്യൽ ഉണ്ട്, എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട്, പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന തലമുറ നേരിടാൻ പോകുന്ന ഒരു ക്രൈസിസ് ആണ്, ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയുന്ന, ഐഡന്റിറ്റി സ്ട്രെസ് എന്ന് പറയുന്ന. അവർക്ക് ക്ലാരിറ്റി ഇല്ല, എന്താ ചെയ്യുക, സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ലെ. ലൈഫിനെ കുറിച്ച് ആ ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്താണ്, എന്താ സംഭവിക്കുക, നമ്മൾ താഴെയും ഈ സ്ട്രെസ് മേലെ ഇങ്ങനെ കിടക്കുകയാണ്. അതേപോലെ അവർക്ക് ഞാൻ പറഞ്ഞ നല്ല പൊട്ടൻഷ്യൽ ഉള്ള, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള, നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റിവിറ്റി ഇല്ല, പിന്നെ പ്രോബ്ലം സോൾവിങ്ങും ഇല്ല, അവർക്ക് കോൺഫിഡൻസും ഇല്ല, ഇമോഷണൽ ബാലൻസും ഇല്ല, ക്ലാരിറ്റി ഇല്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ അല്ലേ. അതേസമയം ഇതൊക്കെ ഷട്ട് ഡൗൺ ആവുക, ക്ലാരിറ്റി ഷട്ട് ഡൗൺ ആവുന്നു, ക്രിയേറ്റിവിറ്റി ഷട്ട് ഡൗൺ ആയി, പ്രോബ്ലം സോൾവിങ് ഷട്ട് ഡൗൺ ആയി, കോൺഫിഡൻസ് ഷട്ട് ഡൗൺ ആയി. പിന്നെ എന്താ അവിടെ ആക്ടിവേറ്റ് ആവുന്നത്? ഫിയർ, ഇറിറ്റേഷൻ അല്ലെ. ചിലപ്പോൾ പറയും, ഞാൻ അടുത്ത മൊമെന്റ് എങ്ങനെയാ പെരുമാറാന്ന് എനിക്ക് തന്നെ അറിയില്ലട്ടോ എന്ന് പറയും. ഞാൻ എന്താ ക്ലാരിറ്റി ഇല്ല, അവിടെ ഇറിറ്റേഷൻ ആക്ടിവേറ്റ് ആവാണ്, ഓവർ റിയാക്ഷൻ ആണ്, ആൻസൈറ്റി ഉണ്ടാകും, ഫാറ്റിക്, ക്ഷീണം ഉണ്ടാകും, ഈ കാരണം അറിയില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉള്ള പോലെ ഒരു മിസ് അലൈൻമെന്റ് ഈസ് ദെയർ ഇൻസൈഡ് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്, ഒരു സൂചനയാണ്. അതിന് നിങ്ങൾ പോയി സ്ട്രെസ് റിലീഫിങ്ങിന് വേണ്ടിയുള്ള മെഡിസിൻ എടുത്തത് കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അല്ലെ. ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഉറക്കിനെ, അതിനുശേഷം ഞാൻ ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ഉറക്കിനെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ എന്താ പറയാ ന്യൂറോൺസിനൊക്കെ അല്ലെ, അതിനൊക്കെ ഒന്ന് എന്താ പറയാ ക്ഷീണിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അതിന് ആ രീതിയിൽ മെഡിസിൻ ഒക്കെ എടുത്തിട്ട് ഉറക്കം കിട്ടുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിക്കുന്നുണ്ടാവും, പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുന്നുണ്ടാവും. അവിടെ ഈ ആങ്സൈറ്റി, ഫാറ്റിക് ഒക്കെയാണ്. അതിന്റെ റിസൾട്ട് എന്താ? അതിന്റെ റിസൾട്ടാണ് പ്രൊക്രാസ്റ്റിനേഷൻ, ലേസിനെസ്, ടൈം മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല, അഡിക്ഷൻ. എന്നിട്ട് നമ്മൾ ടൈം മാനേജ്മെന്റിന്റെ ടൂൾസ് പഠിക്കാൻ പോയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഇവിടെ ഇതൊക്കെ നടക്കുന്നത് ഞാൻ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ അതിന്റെ ആ എൻജിൻ ഇന്നർ ലെവലില് അല്ലെ, ആ ഒരു ന്യൂറൽ ലെവലിൽ നടക്കുന്ന കാര്യത്തിന് നമ്മൾ ഈ രീതിയിൽ മെഡിസിൻ എടുത്തത് കൊണ്ടോ പുറമെ ടൈം മാനേജ്മെന്റ് പഠിച്ചത് കൊണ്ടോ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അവിടെ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ ആസ് എ ഹ്യൂമൻ ബീങ്, ഒരാളും വീക്കല്ല. നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്, വീക്ക് ആയതുകൊണ്ടല്ല നിങ്ങൾ സ്ട്രെസ് ആവുന്നത്. പക്ഷേ ബിക്കോസ് ഓഫ് യർ നെർവസ് സിസ്റ്റം, നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിന്, നിങ്ങൾ ഓൾറെഡി അവിടെ ആയിപ്പോയ ആ ഒരു ന്യൂറൽ പാത്വേസിന്, നിങ്ങളുടെ സോഫ്റ്റ്വെയറിന്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് സപ്പോർട്ട് വേണം. അതിന് നീ ഇങ്ങനെയാണ്, നിനക്ക് ഇങ്ങനെയേ പറ്റൂ, അല്ലെങ്കിൽ അയാൾ അങ്ങനെ തന്നെയുള്ള ജഡ്ജ്മെന്റ് അല്ല വേണ്ടത്. പ്രോസസ്സിങ് ഈസ് നീഡഡ്. അതിനെ അഡ്രസ്സ് ചെയ്യണം. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ കുറ്റപ്പെടുത്തി ഇല്ലേ, എന്തോന്ന് പറയണ്ടല്ലോ, എന്തോന്നാക്കി വെടക്കാക്കുക, എന്താ പറയലേ, എന്താക്കി വെടക്കാക്കാന്ന് പറയാ, എന്തോ പറയലുണ്ടല്ലോ, ഒരു ചൊല്ലുണ്ടല്ലോ, മറന്നുപോയി. അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത, പലപ്പോഴും എപ്പോഴോ കിട്ടിയ ഒരു പാറ്റേൺ പിന്നീട് നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്ത്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, എനിക്ക് മടിയാണ്, ഇതിനെ നമ്മൾ ഒന്നുകൂടി ഇട്ട് ഉറപ്പിക്കുക നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന് അല്ലേ. വാട്ട് വി ആർ റിപ്പീറ്റിംഗ് ആസ് എ തോട്ട് അല്ലെ, നമ്മൾ എന്താണോ ചിന്തയിലൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വരികയാണ്.
അല്ലേ? വെടക്കാക്കി തനിക്കാക്കാന്നല്ലേ? അപ്പൊ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വെടക്കാക്കി തനിക്കാക്കാന്നുള്ളത്. അപ്പൊ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ എന്താ എന്താ പറയാ, കേടാക്കുന്ന ചീത്തയാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവിടെ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ കോപ്പ് ചെയ്യാനുള്ള, തൽക്കാലം നമ്മൾ ഒരു താൽക്കാലികമായിട്ടല്ല, നമ്മൾ അതിന് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ സിസ്റ്റത്തിന് ഈസ് റീവയറിങ് ഈസ് നീഡഡ്. അല്ലെ? ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യണം. അതിന് കുറച്ച് പണിയുണ്ട്, കുറച്ച് ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത്, കുറച്ച് പ്രാക്ടീസിലൂടെ, കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ ഒക്കെ പോയിട്ട്, പിന്നെ എന്താ പറയാ, അവിടെ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നോണ്ട് ആ മിസ് അലൈൻമെന്റിൽ നമ്മൾ അലൈൻഡ് ആക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നീഡഡ്. കാരണം ഒരു അൺപ്രോസസ്ഡ് ഇമോഷൻസ് ഡോണ്ട് ഡിസപ്പിയർ. നമ്മൾ പ്രോസസ്സ് ചെയ്യാത്ത എന്താ പറയാ, അഡ്രസ്സ് ചെയ്യാത്ത, അക്സെപ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കാത്ത ഒരു ഇമോഷൻ ഡിസപ്പിയർ ചെയ്യൂല. അതിങ്ങനെ ലീക്ക് ചെയ്തുകൊണ്ടായിരിക്കാം. അത് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ലീക്ക് ചെയ്ത് മൊത്തം സ്പോയിലാക്കും. കുറേ സമയം എടുത്തിട്ടായിരിക്കും. എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കി എന്നൊക്കെ പറയും. ഇത്രയും വർഷം കൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി എന്നൊക്കെ. ചിലപ്പോൾ അത് വലിയൊരു എക്സ്പ്ലോഷൻ ആയിരിക്കും. രണ്ട് രീതിയിലും പലരുടെ ലൈഫിലും സംഭവിക്കാറുണ്ട്. അപ്പൊ അതിന് എന്താ വെച്ചാൽ ഒരു ഡീപ്പ് വർക്ക് ഇൻസൈഡ് ഇസ് നീഡഡ്. അപ്പൊ അതിന് ആവശ്യം എന്താന്ന് ചോദിച്ചാൽ അതൊരു ഡീപ്പ് വർക്കാണ്. ഒരു ഡീപ്പ് വർക്ക് എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്തിട്ട്, പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള ബിഹേവിയർ എന്താ പറയാ, ഇന്നർ പാറ്റേണിനെ ഹീൽ ചെയ്ത്, ന്യൂറൽ ലെവലിൽ അതിനെ ഹീൽ ചെയ്തിട്ട്, അതിനെ നമ്മൾ അവെയർ ചെയ്ത്, നമ്മുടെ ഇന്നർ ചൈൽഡ് ലെവലിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തൊക്കെ നമുക്ക് ചെയ്യാം. ചെറിയൊരു എന്താ പറയാ, ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. അതില് ഒന്ന് നമ്മൾ അത് ആ സമയത്ത് നമുക്ക് വരുന്ന ചിന്തകളാണെങ്കിൽ ആ ബിഹേവിയർ ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോഫ്റ്റ് എന്ന് പറയുന്ന ചെറിയൊരു മെത്തേഡാണ്. ആ സോഫ്റ്റില് നമ്പർ 1 എസ് സ്റ്റാൻഡ് ഫോർ സ്റ്റോപ്പ്. ഞാൻ ചെറിയൊരു കോപ്പിംഗ് മെക്കാനിസം പറയാണ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ അവെയർ ആവുക. എൻ്റെ ഇന്നർ സ്റ്റേറ്റില് സ്ട്രെസ് ആവുന്നുണ്ട് എനിക്കെങ്കിൽ എൻ്റെ ഇന്നർ സ്റ്റേറ്റ് എന്താണ്, വീണ്ടും ഞാൻ ബ്ലെയിം ചെയ്യാതെ എൻ്റെ ഇന്നർ സ്റ്റേറ്റ് നമ്മൾ മനസ്സിലാക്കുക. അതിന് സ്റ്റോപ്പിൽ ഇല്ലേ, അത് ആ സോഫ്റ്റിൽ രണ്ടാമത്തെ O ആണ്. ഒബ്സർവ് ചെയ്യുക. അല്ലെ? നമുക്ക് എന്താണ് ആ സമയത്ത് ഫീൽ ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യാതെ, ഞാൻ എന്നെ ജഡ്ജ്മെന്റൽ ആവാതെ. പലപ്പോഴും ഈ ബിഹേവിയറൽ അല്ലെങ്കിൽ എന്താ പറയാ, പേഴ്സണാലിറ്റി ട്രേറ്റ് ഒക്കെ പറയുന്നത് ഒബ്സർവ് ചെയ്തിട്ട് ജഡ്ജ് ചെയ്യാൻ പല ആളുകളും ഭയങ്കര മിടുക്കന്മാരായിരിക്കും മറ്റുള്ളവരെ. അവർ ഒരിക്കൽ പോലും തൻ്റെ ഉള്ളിലേക്ക് നോക്കുകയോ താൻ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മളെ ഒന്ന് ജഡ്ജ് ചെയ്യാതെ നമ്മൾ ഒബ്സർവ് ചെയ്യാം. റൈറ്റ് നൗ വാട്ട് ഐ ഫീൽ, ആങ്ഷ്യസ് ഹെവിനെസ് ആണോ, ആൻസൈറ്റി ആണോ, ഡിപ്രഷൻ ആണോ, എന്താണ് എന്നുള്ളത്. അല്ലേ? ഇനി സോഫ്റ്റിൽ F എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഫീൽ ചെയ്യുക. അല്ലെ? ഇതൊന്നും ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഗൈഡൻസോടൊക്കെ കൂടി ചെയ്യേണ്ട പ്രോസസ്സുകളാണ്. ബ്രീത്തിങ്ങിലൂടെ നമുക്ക് അതിനെ ഫീൽ ചെയ്യാം, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിൽ നിന്ന് നമ്മൾ മാറാന്നുള്ളത് പറയുന്നത്. അപ്പൊ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു സംഗതിയല്ല. ഇറ്റ് ഇസ് നീഡഡ് ഗൈഡൻസ്, സപ്പോർട്ട് ഒക്കെ വേണ്ടതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിന് തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത്, അല്ലെ, ഒരു ബ്രേക്ക്. ഇങ്ങനെ വർക്ക് സ്ട്രെസ് എന്നൊക്കെ പറയുമ്പോൾ കണ്ടിന്യൂസ് എപ്പോഴും ഇങ്ങനെ ഒരു ബ്രേക്കും ഇല്ലാണ്ട്, ഒരു ലീവും ഇല്ലാണ്ട്, ഒരു വെക്കേഷനും ഇല്ലാണ്ട്, ഞാൻ നേരത്തെ വീൽ ഓഫ് ലൈഫിൽ നമ്മുടെ റിക്രിയേഷന് വരുന്നുണ്ട്, നമ്മുടെ ഹോബീസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു സ്പേസ് ഒന്നും കൊടുക്കാതെ ലൈഫിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ തിളച്ചോണ്ടിരിക്കുന്ന സാമ്പാറുകളാ പലരും. ആ തിളപ്പൊന്ന് നിർത്തിയിട്ട്, അല്ലെ, ഇടയ്ക്കൊന്ന് ആ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട്, ചില സമയത്ത് ചില മീൽസ് ഒക്കെ എപ്പോഴും ഹൈ ഫ്ലെയിമിലല്ല വേവേണ്ടത്. ചിലത് ഫ്ലെയിം ചില സമയത്തൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം. വേണ്ടേ? ചില സമയത്ത് ചിലത് നല്ല രീതിയിലാവുന്ന, ചിലപ്പം ഫ്ലെയിം കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു പാകപ്പെടലൊക്കെ ഉണ്ടാവും. ആ പാകപ്പെടലിന് നമ്മൾ ആ ഫ്ലെയിമൊക്കെ ചില സമയത്തൊന്ന് ഓഫ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട്, അല്ലെ, അത് അത് പ്രിപ്പറേഷൻ ആണ് ശരിക്കും. സ്ട്രെസ് വരുന്നവരെ കാത്തുനിന്നിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ തോന്നില്ല, എനിക്ക് ആരെയും കാണണ്ടെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ. ബൗണ്ടറി സെറ്റ് ചെയ്യലും ബ്രേക്ക് എടുക്കലും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പേർട്ടിന്റെ ഹെൽപ്പ് ചോദിക്കുക, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക. കാരണം പലതും നമ്മുടെ കൺട്രോളിലല്ല. ഈ ദുനിയാവിൽ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിന്റെ കാര്യങ്ങളൊക്കെ. അല്ലേ?
അവിടെ ഹെൽപ്പ് ചെയ്യേണ്ടടുത്ത് ഒരു മെന്ററിന്റെയോ ഒരു ഗൈഡിന്റെയോ ഒരു കോച്ചിന്റെയോ ഒക്കെ ഹെൽപ്പ് വേണ്ടടുത്ത് അത് ചെയ്യാം. എങ്ങനെയാണ് എനിക്ക് എൻ്റെ തോട്ടിനൊന്ന് റീഫ്രെയിം ചെയ്യാൻ പറ്റുക? ഒരുപാട് പോസിറ്റീവ് സൈക്കോളജിയിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇപ്പൊ പോസിറ്റീവ് സൈക്കോളജിയിൽ സൈക്കോളജിസ്റ്റ് ഫേക്കാന്നൊക്കെ പറയുന്ന ഒരുപാട്, അല്ലെങ്കിൽ സയൻസ് ഫേക്കാന്ന് പറയുന്ന, എന്നാൽ പോസിറ്റീവ് സൈക്കോളജിയിൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, എക്സ്പേർട്ടിന് സപ്പോർട്ടോ ആ രീതിയിൽ അതൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. ജേർണലിംഗ് ചെയ്യാം നിങ്ങൾക്ക് തന്നെ, അതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാ. നമ്മുടെ ഫീലിങ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് 2026 പോവുക നമ്മൾ ആലോചിക്കുക എത്ര പെട്ടെന്ന് ഒരു വർഷം അല്ലെ ഈ 2025 കഴിഞ്ഞു പോയത്. ഈ 2025 കഴിഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പലരുടെയും മനസ്സിൽ എന്തോ ഒരു മിസ്സിങ്ങോ അല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്തോ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഓരോ വർഷം ഇങ്ങനെ കടന്നു പോകും. ടൈം ഡസൻ വെയിറ്റ് ഫോർ എനിവൺ, കാത്തിരിക്കൂല. അപ്പൊ നമ്മളിത് കടന്നു പോകുമ്പോൾ നമ്മൾ ഈ വർഷം എനിക്ക് അടിപൊളിയായിരുന്നു, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഒന്ന് ഒന്ന് ഒരു ജേർണൽ ചെയ്ത് നോക്കാട്ടോ. നിങ്ങൾ എന്താണ് ഈ 2025 അവസാനം ഇനി ഒരു മാസം ഉണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറയുമ്പോ എനിക്ക് വേണ്ടിയിട്ടും കൂടെ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഉള്ളിലുള്ള ഒരു തിളയ്ക്കുന്ന സംഗതി ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു അല്ലേ? അപ്പൊ ചിലപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ, ഒരു ഗ്രൂപ്പിന്റെ കൂടെ, എന്താ പറയാ, ഒരു അലൈൻഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ ഉണ്ട്. ഒരു എന്താ പറയാ, ഒരു ഗ്രൂപ്പ് കോൺഷ്യസ്നെസ് ഒക്കെ, ആ കോൺഷ്യസ്നെസ്സിൽ നിന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിന്നിട്ട്, ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറിന്റെ കൂടെ നിന്നിട്ട് നമ്മളെ എന്താടാ നീ ചെയ്തോ, നിനക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഒക്കെ കൂടെ നിന്നിട്ട്, അങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ സ്ട്രെസ് ഉണ്ടെങ്കിൽ, ചില സമയത്ത് നമുക്ക് വിളിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നല്ല കോമഡിയാണ്. അപ്പോഴത്തെ കാലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ഒന്ന് ഓപ്പൺ ഹാർട്ടായിട്ട് സംസാരിക്കാൻ ഒരാളും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ കഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് എന്നറിയാമോ? ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്ക് ഫോളോവേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആൾക്ക് വ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, എന്നെ ഒന്ന് കേൾക്കാൻ എനിക്ക് അല്ലെ അത് വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കൾ പോലും ഇല്ലാത്ത, ഓപ്പണായിട്ട് പറയാൻ പറ്റുമോ എന്നറിയാത്ത, ഇവിടെയൊക്കെയാണ് നമ്മളുടെ തന്നെ ഒരു സെൽഫ് മാസ്റ്ററി അല്ലേ? ആരില്ലെങ്കിലും എനിക്ക് നേരെ നിൽക്കാൻ പറ്റും. ആ ഓട്ട മത്സരത്തില് അല്ലെ, നിങ്ങളൊരാളെ എണീപ്പിച്ച് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ അതിൽ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. ഐ ആം സ്ട്രോങ് ഇനഫ് എന്നുള്ള ഫീലിംഗിലേക്ക്, ഐ ആം ഇനഫ് അല്ലെങ്കിൽ ഐ ആം സ്ട്രോങ് ഇനഫ് എന്ന് പറയുന്ന നമ്മുടെ സെൽഫിനെ അല്ലെ, നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുന്ന സ്റ്റേജിലേക്ക്. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ? ഇറ്റ്സ് മൈ ഫ്രീഡം എന്നപ്പോ അത് കുട്ടി, എൻ്റെ ലൈഫാണ് എൻ്റെ ഫ്രീഡം എന്ന്. പക്ഷെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രീഡം എന്നതിനേക്കാൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫേഴ്സ്റ്റ് യു ഹാവ് ടു ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി വിതൗട്ട് വെയിറ്റിംഗ് ഫോർ അതേഴ്സ്. മറ്റുള്ളവര് ഏതോ ഒരാൾ വരും എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നതിന് മുമ്പേ എനിക്ക് അല്ലെ ഏത് സിറ്റുവേഷൻ വരുമ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ, എൻ്റെ ഇമോഷനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെ, എൻ്റെ കാര്യങ്ങളെ നടത്തിയെടുക്കാൻ പ്രാപ്തിയാവുന്ന രീതിയിൽ ആരില്ലെങ്കിലും അല്ലെ, എനിക്ക് ആരെയും വേണ്ടാന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മൾ അറ്റാച്ച്മെന്റിലാണ്, മറ്റുള്ളവരായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് മറ്റാരുടെ ഈ അറ്റാച്ച്മെന്റ് ആവാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് മറ്റൊരാളുടെ എനർജിയിലാണ്. എനിക്ക് അയാളില്ലാതെ അല്ലെങ്കിൽ അവനില്ലാതെ അല്ലെങ്കിൽ അവളില്ലാതെ എൻ്റെ മക്കളില്ലാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ അവരുടെ എനർജിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തെ ഒന്നും വല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ മറ്റൊന്നിൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ ആ സിസ്റ്റം അവിടെ ബ്രേക്ക് ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി. ബിക്കോസ് യു വേർ വർക്കിംഗ് ഇൻ ദ എനർജി ഓഫ് ദാറ്റ് പേഴ്സൺ അല്ലെ, അതിലായിരുന്നു നിങ്ങൾ വർക്ക് ചെയ്തത്. അതാണ് അറ്റാച്ച്മെന്റ്. അത് ഇല്ലാണ്ടായി കഴിഞ്ഞാലും ഞാൻ ഓക്കെ ആയിരിക്കണം, ഞാൻ സ്റ്റേബിൾ ആയിരിക്കണം എന്നും എക്കാലത്തും ആരുണ്ടാവോ നമ്മളുടെ കൂടെ? ആരെങ്കിലും ഉണ്ടാവോ? അതിനാണ് നമ്മൾ സെൽഫ് മാസ്റ്ററി നമ്മൾ നേടുന്നത്. സെൽഫിൽ നമ്മളൊരു മാസ്റ്ററി നേടുക, ആ സെൽഫിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാം, സെൽഫിനെ നമ്മൾ ഹീൽ ചെയ്യുക,
സെൽഫിലുള്ള ഇന്നർ ചൈൽഡ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പൊ അവിടെയാണ് അങ്ങനെ കണ്ടിന്യൂസ്ലി പല ടൂൾസ് ഒക്കെ സയന്റിഫിക്കലി യൂസ് ചെയ്യുമ്പോഴാണ് വാട്ട് ഹാപ്പൻസ് ഹിയർ ദാറ്റ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ന്യൂറൽ റീവയറിങ് സംഭവിക്കുന്നത്. പിന്നീട് ആ ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഇപ്പൊ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്നുള്ളതും നല്ല കാര്യങ്ങൾ പലതും ചെയ്യുക എന്നുള്ളതും ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റം ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ അത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ട് മാത്രം. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും എത്തേണ്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു ബ്രേക്ക് ഒക്കെ എടുത്ത് മറ്റുള്ളവരെ അല്ലെ ആ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിച്ച് നമ്മുടെ തോട്ട് പാറ്റേണിന് എനിക്ക് കഴിയില്ല എന്നാണ് നമ്മളെ ഉള്ളിൽ വരുന്നതെങ്കിൽ എനിക്ക് കഴിയും അല്ലെ ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ച് എനിക്ക് കഴിയും എന്ന് എനിക്ക് ഉറക്കെ ഞാൻ എന്നോട് തന്നെ ഒരു അഫർമേഷൻ ആയിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് എന്ത് ഇമോഷൻസ് ആണോ വരുന്നത് എന്നൊരു ജേർണലിംഗ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ കൂടെ ഇനി അതല്ലെങ്കിൽ എന്താണോ ആരോടാ ഹെൽപ്പ് ചോദിക്കേണ്ട ആ ഹെൽപ്പ് ഒക്കെ ചോദിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോവാതെ നമുക്ക് സ്ട്രെസ്സിന് കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ലെവലിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും യൂസുഫ് അലിക്ക് അയാളുടെ സ്ട്രെസ് ഉണ്ട്, അംബാനിക്ക് അയാളുടെ സ്ട്രെസ് ഉണ്ട് അല്ലെ, അങ്ങനെ ഓരോരുത്തർക്കും സ്ട്രെസ് വരും. പക്ഷെ സ്ട്രെസ്സിൽ അതിനെ ആഘോഷമാക്കി സെലിബ്രേറ്റ് ചെയ്ത് അല്ലെ ജീവിതം തന്നെ സ്ട്രെസ്സിന്റെ സെലിബ്രേഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് അല്ലേ. ജീവിതം തന്നെ ലൈഫ് ലാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. പിന്നെ നമ്മളെല്ലാം ഒരു വിദ്യയാണ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആർക്കാ ഇപ്പൊ സന്തോഷമുള്ളത്, ആർക്കാ ഇപ്പൊ ഇനിയുള്ള കാലത്ത് ഒന്നും ഉണ്ടാവില്ല, ഇനിയിപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളങ്ങനെ സമാധാനിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം. എന്നാ അങ്ങനെയൊന്നും അല്ല അല്ലേ. കുറച്ച് അതിനെ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യണം. ആ സെൽഫ് മാസ്റ്ററി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ആ സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു സെൽഫ് മാസ്റ്ററി കോഡ് ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. സെൽഫ് മാസ്റ്ററി കോഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന പല ആളുകൾ ഇവിടെ എണീറ്റ് നിന്നവർ ഇപ്പോൾ ഇവിടെ വെബിനാർ ഉണ്ടോന്ന് അറിയില്ല, ഉണ്ട്. എഴുന്നേറ്റ് നിർത്തുന്ന ഒരു സിസ്റ്റമാണ്, ഒരു 1 month പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി കോഡ് എന്ന് പറയുന്നത്. സെൽഫ് ഹീലിംഗ് വരുന്നുണ്ട്, ഇന്നർ ചൈൽഡ് ബേസിക്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്നുണ്ട്, നമ്മുടെ സോഫ്റ്റിൽ പറഞ്ഞ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷണൽ ട്രിഗേഴ്സിനെ മനസ്സിലാക്കി നിങ്ങളുടെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ ഹീൽ ചെയ്തിട്ട്, മനസ്സിലാകുന്നുണ്ടോ, നമ്മുടെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ ഹീൽ ചെയ്ത് അതിന്റെ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു എന്താ പറയാ കാം വിത്തിൻ എന്ന് പറയാം, ഉള്ളിൽ ആ ശാന്തത നിറയ്ക്കുന്ന രീതിയിലുള്ള അവിടെ നമ്മൾ റിയാക്ടിങ്ങിന് പകരം റെസ്പോണ്ടിങ്ങിലേക്ക് എത്തണം. ഒരു പുതിയ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലേ. അപ്പൊ ഇപ്പൊ നമുക്ക് ആർക്കും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ ചിലപ്പോ ജേർണലിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ലെ, പറയാട്ടെ അല്ല EFT അല്ല കേട്ടോ, EFT അല്ല, സെൽഫ് മാസ്റ്ററി കോഡാണ്, EFT അല്ല. അപ്പോ ജേർണലിംഗ് നമുക്ക് പല രീതിയിലും ചെയ്യാം കേട്ടോ. ജേർണലിംഗ് നമ്മുടെ ഫീലിങ്സിനെ ഒക്കെ നമുക്ക് ജേർണൽ ചെയ്ത് കത്തിച്ച് കളയാം. ഇനി അതല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന വേറെ മെത്തേഡ് ഉണ്ട്. ഒരുപാട് ജേർണലിംഗ് മെത്തേഡ്സ് ഉണ്ട്, മിറർ ജേർണലിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ജേർണലിംഗ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഇവിടെ ഫീസ് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കോൺടാക്ട് നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് വിടാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താലും മതി കേട്ടോ. ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ഡിസംബർ 10 കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 10 106322 ഡിസംബർ 10 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ഇൻവൈറ്റും കൂടെ ചെയ്യുകയാണ് ഞാൻ. 2026 വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ലൈഫ് എന്തായാലും ഒരു എഫേർട്ട് എടുക്കാതെ ഇത്രയും വർഷമായിട്ട് ഫോം ചെയ്ത ആ ഒരു സംഭവം ഒരു എഫേർട്ട് എടുക്കാതെ എന്തായാലും മാറ്റാൻ കഴിയില്ല. അതിന് സിൻസിയർ ആയിട്ടുള്ള ഡെയിലി ക്ലാസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ സെഷൻസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ട് ചെയ്തോളൂ എന്ന് പറയുന്നതിനേക്കാളും കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീസിങ് സെഷൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാ ദിവസവും അല്ല, അധികം ക്ലാസ്സുകൾ ഉണ്ടാകും. ക്ലാസ് മീൻസ് മെയിൻ സെഷൻസ് ഒരു 8 ലൈവ് സെഷൻസ് ആയിരിക്കും. പിന്നെ അതിനിടയിലൂടെ നമുക്ക് പ്രാക്ടീസ് ഇങ്ങനെ ഒന്നിച്ച് ചെയ്ത് ഞാൻ പറഞ്ഞത് ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിലായിരിക്കും നമ്മൾ പോവുക. ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അതിലൊരു എനർജി ഉണ്ടാവും. അപ്പൊ അതിനുള്ളിലൊരു സംഭവം ഉണ്ടാവും ആ ഗ്രൂപ്പിന്റെ കൂടെ. അപ്പൊ 9495106322 നമ്പർ ഇതാട്ടോ.
അപ്പോൾ ഈ നമ്പറിൽ കണക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾക്ക് 2 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. 2026 വരുമ്പോഴും 2 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ഒരു ആഘോഷമാക്കി എടുത്ത് ഈ ആഘോഷവുമായിട്ട് മുന്നോട്ട് പോകാം. ഇനി അതല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കൈവരിച്ചിട്ട് ഈ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ഇത് മറ്റാർക്കും വേണ്ടിയല്ല, ആരെയും നന്നാക്കാനല്ല, നമുക്ക് ഒരാളെ പോലും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നേരത്തെ, അൺറെഡീംഡ് പെർഫെക്ഷനിസ്റ്റ് റെഡീംഡ് പെർഫെക്ഷനിസ്റ്റ് ആയാലുള്ള വ്യത്യാസം എന്താന്നുള്ളത്. അപ്പൊ പെർഫെക്ഷൻ മാത്രമല്ല, ഇതേപോലെ നിങ്ങളുടെ ഒരുപാട് ട്രേറ്റ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് റെഡീംഡ് സ്റ്റേജിലേക്ക് മാറി കഴിയുമ്പോഴാണ് നമ്മൾ തന്നെ എന്ത് വിഡ്ഢിത്തരാണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്ത് ആ ഒരു വാശി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യമല്ലേ, അത് അറിവില്ലായ്മയുടെ പുറത്ത് വരുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ മാറാന്നുള്ളത്. അപ്പൊ ആ ഒരു ഇതിലേക്കാണ് ഞാൻ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ നമ്പറിൽ കണക്ട് ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളോ സെഷൻസിന്റെ ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. കറക്റ്റ് നമ്മുടെ ഷാർപ്പ് 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? മാം നേരത്തെ സ്റ്റോപ്പ് പറഞ്ഞില്ലേ, സ്ട്രെസ് കൊണ്ടുപോകാൻ അതിൽ ഓട ഒബ്സർവ് സ്റ്റോപ്പ് അതിൽ ഒബ്സർവ് പറഞ്ഞു പറഞ്ഞത്. എഫ് ഫീലാണ്. ഫീൽ പ്ലസ് ബ്രെത്ത് ആണ് കേട്ടോ. എഫ് എന്ന് പറയുന്നത് ആ ഫീലിന്റെ കൂടെ ഒരു 60 to 90 സെക്കൻഡ് ബ്രീത്തും കൂടി എടുക്കാം, ഒരു ഡീപ്പ് ബ്രീത്ത്. അതിന്റെ കൂടെ വേണമെങ്കിൽ ഐ എം സേഫ് എന്നും കൂടെ പറയാം. ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഗ്രൗണ്ട് ലെവൽ ബേസിക് ലെവൽ കാര്യങ്ങളാണ് കേട്ടോ. ഇതൊന്നും ഡീപ്പ് വർക്ക് അല്ല. റെജിന മാമിന് തന്നെ അറിയാലോ. പിന്നെ ടി ട്രാൻസ്ഫോം ആണ്. ട്രാൻസ്ഫോം അത് എന്താ പറയാ, അതവിടെ ഒരു റെസ്പോൺസ് നമ്മൾ സീക്ക് ചെയ്യലാണ്. ഒരു റെസ്പോൺസ് നമ്മൾ ലൈഫിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുക, ഒരു റെസ്പോൺസ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കലാണ് റിയാക്ട് ചെയ്യുന്നതിന് പകരം. ആ റെസ്പോൺസ് പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളവിടെ റിയാക്ട് ചെയ്യുന്നതിന് പകരം തൽക്കാലം അവിടെ നിന്ന് സ്കൂട്ടാവലല്ല, തൽക്കാലം അവിടെ നിന്ന് നമ്മളത് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക, തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുക, ആ രീതിയിലൊക്കെ. ഓക്കെ, അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യലാണ് ടി എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് ആ റിയാക്ഷനെ മാറ്റലാണ്, റിയാക്ഷനെ റെസ്പോൺസിലേക്ക് മാറ്റലാണ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഫീഡ്ബാക്സ്, എനിത്തിങ് യു ഹാവ് ടു ഷെയർ, എനിത്തിങ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ കണക്ട് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ പിന്നെ ഇതിന്റെ കൂടെ 1 month പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പോസ്റ്റ് സിറ്റിംഗ് ഉണ്ടാവും, ഒരു പ്രീ സിറ്റിംഗ് ഉണ്ടാവും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രീ സിറ്റിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ കോഴ്സിലേക്കൊക്കെ എൻറോൾ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം സെഷൻസ് ഒക്കെ കഴിഞ്ഞ ശേഷവും ഒരു 1-to-1 പോസ്റ്റ് സിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡിസംബർ 10-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. For further details, you can connect me. നമ്മൾ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു മാം. Okay, thank you all. Have a great night. Good night.